നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇതാണ് ഈ സദാചാരം എന്ന് പറയുന്നത്. അത് ഈ ഹെയറാർക്കി എന്ന് പറഞ്ഞാൽ താഴെ തട്ടിലുള്ള ആളുകളെ മേലെ തട്ടുകാർ അല്ലെങ്കിൽ മേലെ തട്ടിലുള്ളവരെ താഴെ തട്ടുകാർ പ്രണയിച്ചുകൂടാ എന്നുള്ളത് കൊണ്ടാണ് അത് സമ്മതിക്കാത്തത്. ഇതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് ജാതി മതം അനുസരിച്ചിട്ട് മാത്രം വിവാഹം നിൽക്കുന്നത്. അതാണ് അവർ നോക്കുന്നത്. അപ്പം തട്ട് സമൂഹത്തിൻ്റെ സ്റ്റാറ്റസ് സിമ്പലായിട്ടാണ് അതെല്ലാം നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾ പ്രണയിക്കുന്നില്ല. നിങ്ങൾക്ക് കൂടെ കഴിയുന്നവരോട് ഇഷ്ടം തോന്നുന്നുണ്ടാകാം, പ്രണയം ഉണ്ടായത്. പ്രണയം എന്ന് പറഞ്ഞാൽ ഊയിങ് എന്നാണ്. അപ്പോഴാണ് ഒരു മയിൽ ആടിയാണ് ഇണക്കുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. പാട്ടുപാടിയാണ് ഒരു കുയിൽ ഇണക്കുന്നത്. അങ്ങനത്തെ എന്ത് പണിയാണ് ഇയാൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു തിരഞ്ഞെടുപ്പില്ല. വിധിക്കപ്പെട്ടവരുടെ ലോകമാണ്. അവരവിടെ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായിപ്പോവാം. രണ്ടുപേര് തമ്മിൽ ജീവിച്ച് തുടങ്ങിയപ്പോൾ പ്രണയം ഉണ്ടാകാം. പക്ഷെ ഒരു 10% കാണുള്ളൂ. ബാക്കി 90% സഫർ ചെയ്യത്തേ ഉള്ളൂ. കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് അല്ലാത്തതുകൊണ്ടാണ്. മറ്റേ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ചോയ്സസ് ഉണ്ട്. അവിടെ എല്ലാം നമ്മൾ നോക്കും. അതിനെ ഇന്ന് നമ്മൾ ഈ തട്ട് സമൂഹത്തിന്റെ യുക്തിക്കകത്ത് തേപ്പെന്നാ പറയുന്നത്. നമ്മൾ നോക്കിയിട്ട് ഒഴിവാക്കുന്നത്. കടയിൽ കയറി നമ്മുടെ ഒരു ഷർട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 50 ഷർട്ട് എടുത്ത് ഇടത്തില്ലേ? അതിനകത്തൊന്നും പറഞ്ഞാലേ നമ്മൾ എടുക്കുന്നേ. ഈ എടുത്തു നോക്കിയ എല്ലാ ഷർട്ടും മേടിച്ചിട്ട് ഇറങ്ങണമെന്ന് പറയുമോ? അങ്ങനെ തേപ്പൊന്നും അല്ലത്. തെരഞ്ഞെടുപ്പിന്റെ ലോകമാണത്. അപ്പോഴാണ് പരിചയപ്പെടുമ്പം നടക്കാതെ ഇവരുമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് പിരിയുന്നത്. അത് തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള അറിവില്ലാത്ത ആളുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ലെന്ന് പറയാനോ ഒക്കത്തില്ല എന്നുള്ള കണ്ടീഷനിൽ വീണു പോവുകയാണ്. പേടിച്ചിട്ടാണ് ആൾക്കാർ പ്രണയിക്കുന്നത് തന്നെ പേടിയായിപ്പോയി. കാരണം ഇഷ്ടമാണെന്നെങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാൻ ബാധ്യത വരും. എന്തൊരവസ്ഥയാ. ആഷിഖ് കപൂറിന്റെ സിനിമയ്ക്കകത്ത് പറയുന്നില്ലേ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് വിചാരിച്ച കാരണം കൊണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ടൊന്നും ഞാൻ തയ്യാറില്ല എന്ന് പറയേണ്ടത്. കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് വിചാരിച്ച കാരണം കൊണ്ട് അത് ഒരു കണ്ടീഷൻ അല്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവകാശം ഉണ്ടായിട്ടില്ല. നമ്മൾ രണ്ടുപേരും കൂടെ കാര്യം പറയാതുകൊണ്ട് ഇനി നമ്മൾ രണ്ടുപേരോടും പിരിഞ്ഞുകൂടാ. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം മിണ്ടിയില്ലേ, അത് എനിക്ക് പിരിയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലുള്ള സ്ഥലത്താണ്. വേലിക്ക നിന്ന് മിണ്ടിയവർ പ്രണയക്കാരായി പോയെന്ന് നാട്ടുകാരെല്ലാവരും കൂടെ അവർ പ്രണയക്കാരാണെന്ന് പറയുന്ന വഴിയാണ്. അവരൊരിക്കലും അറിഞ്ഞുകൂടാത്തവരാ. അവരൊരു ജീവിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്നാണ് ഈ പ്രണയക്കാരെന്ന് നമ്മൾ വിചാരിച്ചിരുന്നവർ പിരിഞ്ഞു പോവും. മറ്റേതങ്ങനല്ല. ആളുകൾ അറിയേണ്ടതുണ്ട് പരസ്പരം. പണ്ട് കാലത്ത് എന്തുകൊണ്ടാണ് ലൈംഗിക ബന്ധം ഭയങ്കര തടസ്സമായിട്ട് വരുന്നത്? മറ്റുള്ളവരുടെ കുട്ടി ഉണ്ടായി പോവും, സങ്കരവർഗം ഉണ്ടാകും, തട്ട് സമൂഹത്തിനകത്ത് നിർത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് ലൈംഗിക ബന്ധം തെറ്റാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾ കോണ്ടോം കണ്ടുപിടിച്ച്, ലൂപ്പും കണ്ടുപിടിച്ച്, മാലാടിയും കണ്ടുപിടിച്ച്, മോർണിംഗ് ആഫ്റ്ററും കണ്ടുപിടിച്ച്, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടും ലൈംഗിക ബന്ധം പിന്നെന്തിനാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്? നമുക്ക് കുട്ടിയെ എന്നാൽ ഒരു 2 പേര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ലൈംഗിക ബന്ധത്തിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുഞ്ഞിനെ നമ്മൾ വളർത്താൻ നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ കുട്ടി ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. അത്രേ അർത്ഥമേ ഉള്ളൂ അവിടെ. അല്ല ലൈംഗിക ബന്ധത്തിൽ പണ്ട് കാലത്ത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കുഞ്ഞുണ്ടാകും എന്നുള്ള സംശയമൊന്നുമില്ല. അപ്പോൾ ആർക്കും ആവശ്യമില്ലാത്തപ്പോൾ ഒരു കുഞ്ഞുണ്ടാകും എന്നുള്ള അറിയുന്നതുകൊണ്ടാണ് അത് അനുവദിക്കാതിരുന്നത്. ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഈ പഴഞ്ചൻ മൂല്യവും പുതിയ ലോകവും ഉണ്ടായത് തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്തവരുടെ പ്രശ്നമാണ് സദാചാരം. ആക്ച്വലി ഈ പ്രണയത്തെ അനുഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രണയത്തെ തുടരണമെങ്കിലൊക്കെ നമ്മളൊരു ജീവിയായിട്ട് കഴിഞ്ഞു നോക്കുമ്പോഴാണ് ഇത് തുടരാൻ പറ്റുമോ എന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ മാറിപ്പോകണം. ഇപ്പോൾ ലിവിങ് ടുഗദറിൻ്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതും ഈ ഒരു ആസ്പെക്റ്റിലാണ്. ഇയാളുമായിട്ട് തുടരാൻ പറ്റുമോ, തുടരുന്നുണ്ടോ, സ്വാഭാവികമായിട്ട് അയാളെടുത്ത് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മളത് മാറിപ്പോവാം എന്നുള്ളതാണ്. അപ്പോൾ ജീവിച്ച് നോക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിലും സാമൂഹ്യ അവസ്ഥയിലും ഒക്കെ നമുക്ക് ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അധോലോകത്താണല്ലോ ഇത് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓയോ റൂം ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും കാശ് വേണം. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റൊരു തലത്തിലാണ് ഇത് നടക്കുക. നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ ഇത് നടക്കണമെങ്കിൽ വലിയ പാടാണ്. അപ്പം ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസാണ് കേരളത്തിലുള്ളതെങ്കിൽ ഇവർക്കൊന്നും ഓയോ റൂം ബുക്ക് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. അപ്പോൾ പ്രണയം ഒരു സാമ്പത്തിക ശേഷി കൂടെ ആവശ്യപ്പെടുന്നൊരു കാര്യമല്ലേ ഇന്ത്യയെ സംബന്ധിച്ച്? ഇല്ലെങ്കിൽ ഇതേപോലത്തുള്ളൊരു ലോകരാജ്യങ്ങളിൽ, ഇപ്പോൾ വികസ്വര രാജ്യങ്ങളിലൊക്കെ പ്രണയം എല്ലാവർക്കും അങ്ങനെ ആസ്വദിക്കാൻ പറ്റുമോ? സത്യത്തിൽ ഇയാൾ പറയുന്നത് പോലെ അല്ലത് മനസ്സിലാക്കേണ്ടത്. ഗോത്രകാലത്ത് സ്ത്രീകളും പുരുഷന്മാരും ഇഷ്ടപ്പെടുന്നതിന് എന്ത് സാമ്പത്തികമാണ് ആവശ്യമുണ്ടായിരുന്നത്? ഒരു പൂവായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു മീനെ പിടിച്ച് വറുത്തുകൊണ്ട് ചെന്നാൽ മതി.
ഇയാൾ വിചാരിക്കുന്ന പോലെയല്ല. അതിനെ മനസ്സിലാക്കിയിരുന്ന ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പായിട്ട് അതിനെ കാണാൻ അന്ന് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ചിലവുള്ള പ്രശ്നമോ പ്രൈവസിയുടെ പ്രശ്നമോ ഒന്നും അല്ലത്. മറ്റുള്ളവർ മനസ്സിലാക്കുവാണെങ്കിൽ ഇപ്പോൾ 2 പേര് തമ്മിൽ ഒരിടത്ത് കാര്യം പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് അറിയുന്ന ചുറ്റുപാടുള്ള സമൂഹമാണ് അവർക്ക് ആ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ പോലും നമ്മൾ കാണിക്കുന്ന മര്യാദയല്ലേ. അത് നമ്മൾ പ്രണയിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുന്നുണ്ടല്ലേ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതായി പോകുന്നത്, സ്ഥലമില്ലാതായി പോകുന്നത്. അല്ലെങ്കിൽ ബീച്ചിലും പാർക്കിലും ഒക്കെ ആൾക്കാർ ഇരുന്ന കാര്യം പറയത്തില്ലേ. അല്ല, ഓയോ റൂം ബുക്ക് ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാത്രമല്ല ഈ പ്രൈവസി അവർക്ക് കൊടുക്കേണ്ടതാണെന്നുള്ളത് ഈ സമൂഹത്തിന്റെ തിരിച്ചറിവല്ല. തെരഞ്ഞെടുപ്പില്ലാത്ത സമൂഹത്തിന്റെ പ്രോബ്ലമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വലിയ സിസ്റ്റങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോഴാണ് ഇത്രയും ചെലവ് വരുന്നത്. അധോലോകത്ത് പ്രണയം നടത്തേണ്ടി വരും. അതാണ് പറയുന്നത്. നമ്മൾ ജയിലിനകത്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിനകത്ത്, പരസ്പരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടിനകത്ത്, പരസ്പരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നാടിനകത്ത്, തട്ടായിട്ട് ആൾക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നതിനകത്ത്, ചോയ്സസ് ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് പ്രണയിക്കാൻ പോകുന്നവരുടെ പ്രശ്നമാണ് ഇയാൾ പറഞ്ഞത്. ജനാധിപത്യപരമായ ഒരു സമൂഹത്തിനകത്ത് തെരഞ്ഞെടുപ്പാണ് കീ. ഇണയെ ജനപ്രതിനിധികളെ, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്ന അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇണയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ചോയ്സസ് ഉള്ള സമൂഹത്തിനകത്ത് ഈ പറഞ്ഞ തരത്തിൽ വലിയ ആവശ്യങ്ങളൊന്നുമല്ല. ആൾക്കാർക്ക് എവിടെയും ഒന്നിച്ചിരിക്കാൻ പറ്റും, അവർക്ക് ഒന്നിച്ച് ഉമ്മ വെച്ചിരിക്കാൻ പറ്റും. കാരണം മറ്റൊരാൾ കാണുന്ന സമയത്ത് അവരത് ഒഴിഞ്ഞു പോവുക ചെയ്യുന്നത്. ആ ഒഴിഞ്ഞു പോകുന്നതിന് പകരം ഗ്ലാസും വെച്ച് ക്യാമറയും വെച്ച് അവിടെ പോയി സംഘം ചേർന്ന് അവരെ ഉപദ്രവിക്കുന്നവരായിട്ട് മാറുന്ന സമൂഹത്തിൻ്റെ നടുവിൽ നിൽക്കുന്നവരുടെ പ്രശ്നമാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് 2 കാര്യമാണ്. അപ്പോൾ ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കേണ്ട ആവശ്യം ഇന്ന് നമുക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് പരസ്പരം മര്യാദയ്ക്ക് പെരുമാറുന്നത്, ഇണകളാകുന്നത് എങ്ങനെയാണെന്ന്. അതിനെയാണ് നമ്മളിന്ന് സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പഠിപ്പിക്കുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം എന്ന ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. ഈ ലിംഗവും യോനിയും തമ്മിലുള്ള ബന്ധത്തിനെയാണ് അവർ കാണുന്നത്. അതിനപ്പുറത്ത് അവർക്ക് അറിയില്ല. മറ്റേതങ്ങനെ അല്ല. 2 പേര് തമ്മിൽ പരസ്പരം അറിയുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സുണ്ട്. ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സിനകത്തുള്ള ഒരു പാർട്ട് മാത്രമാണ് ലൈംഗിക ബന്ധം. അല്ലാതെ അത് അതിൻ്റെ കൾമിനേഷനൊന്നുമല്ല, അവസാനവുമല്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്ന് പറയാനൊക്കത്തില്ല എന്ന് പറയുന്നത് വരെ പറയിപ്പിക്കുന്നതിൻ്റെ വരുന്നത് അങ്ങനെയാണ്. ഇതല്ല. പരസ്പരം അറിയുക എന്ന് പറയുന്നത് നമ്മളൊരു തിരഞ്ഞെടുക്കാനായിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോകുന്ന സമയത്ത് ഒരു കൊച്ചു ഇത് തരുവർ തിന്നു നോക്കാൻ. ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് നമ്മളത് മേടിക്കുന്നത്. കടയിൽ പോയി ആ തെരഞ്ഞെടുപ്പ് നിഷേധിച്ച സമൂഹത്തിനകത്തെ പ്രശ്നമാണ് ഇയാൾ പറയുന്നത്. അത് തട്ട് സമൂഹത്തിനകത്ത് പ്രണയമില്ല, പ്രണയമല്ല അത്. വേലിക്ക് നിന്ന് മിണ്ടുന്നതല്ല പ്രണയം. കത്ത് എഴുതി അയച്ചിട്ട് എന്താണ് പ്രേമലേഖനം എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിന് പ്രണയമില്ല. അത്രയൊന്നും എഴുതിയ അതൊന്നും അല്ല പ്രണയം. പരസ്പരം അറിയേണ്ടതുണ്ട്. അറിയാൻ അനുവദിക്കാത്ത സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ഇയാൾ പറയുന്നത്. അത് വേറെ കാര്യമാണ്. അതിനകത്ത് ഇത് നടക്കത്തില്ല. സ്വാതന്ത്ര്യമില്ലാത്ത വീടുകളും സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യമില്ലാത്ത റോഡുകളും ഒക്കെ ഉള്ള ഒരു നാട്ടിനകത്ത് ആളുകൾ എങ്ങനെ പ്രണയിക്കുന്നതിനും വലിയ ചിലവാണ്. കാരണം രഹസ്യമായ ഇടങ്ങളുണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഇയാൾ ഓയോ മുറിയെ പറ്റി എന്നോട് പറഞ്ഞിട്ടിരിക്കുന്നത്. പബ്ലിക് പാർക്കിലിരുന്ന ആൾക്കാർക്ക് സംസാരിക്കാനും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വേറൊരാൾക്ക്, മൂന്നാമതൊരാൾക്ക് ദ്രോഹമുള്ളൊരു പ്രവൃത്തി 2 പേര് പ്രണയിച്ച് ഉമ്മ വയ്ക്കുമ്പോൾ മൂന്നാമതൊരാൾക്ക് എന്ത് സംഭവിക്കുന്നു? കത്തി കൊണ്ട് കുത്തുന്നവല്ലവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ആൾക്കാർ വിഷമിക്കുന്നത്? അവർക്ക് കിട്ടുന്ന എനിക്ക് സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നതിനെയാണ് സദാചാരം എന്ന് പറയുന്നത്. അല്ലാതെ ഇയാൾ വിചാരിക്കുന്നല്ലോ ഒരു ചിലവുമില്ല. ഗോത്രത്തിലുണ്ടായിരുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ഒരു ചിലവുമില്ല. ഒരു പൂ പറിച്ച് പോയാൽ മതി. 2 പേര് പോയിട്ട് ഒരു തോട്ടിൻ്റെ കരയിൽ ഇരുന്നിട്ട് വെള്ളം ഒഴുകുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഇരുന്ന് കാര്യം പറയുന്നതാണ്, ഉമ്മ വയ്ക്കുന്നതാണ്, ഒന്നിച്ച് കുളിക്കുന്നതാണ്, ഒന്നിച്ച് കളിക്കുന്നതാണ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നോക്കുന്നതാണ്. ഇതൊക്കെ അവർ ചെയ്യുന്നതിന് വേറെ ആർക്കെങ്കിലും നഷ്ടം ഉണ്ടാകുന്ന കാര്യമാണോ? ഒന്നുമല്ല. നിയന്ത്രിക്കണം, ഇവരെ നമുക്ക് ഉപയോഗിക്കണം. ഞങ്ങളുടെ സാധനങ്ങളായിട്ട് അവരെ കാണുന്നത് കൊണ്ടാണ്, വസ്തുക്കളായിട്ട് ആളുകളെ കാണുന്നതുകൊണ്ടാണ്. കടുവായൊക്കെ ആടിനെയും പട്ടിയെയൊക്കെ വളർത്തുന്ന പോലെ നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഇത് ചെയ്യാൻ അനുവദിക്കാത്തത്. കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥയല്ലേ നമ്മുടെ? ആ കുടുംബം എന്ന് പറഞ്ഞ വ്യവസ്ഥ എന്ന് പറയുന്നത് ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഇടമാണ്. മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള ആളുകളെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അനുസരണം പഠിപ്പിക്കുന്നത്.
അച്ചടക്കവും അടക്കവും ഒതുക്കവും പഠിപ്പിക്കുന്നതിന് വേറെ ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള വസ്തുക്കളെയാണ്. ആടിനെ വളർത്തുമ്പം കൊഴുപ്പിക്കുന്നത് ആടിന് വേണ്ടിയല്ല. ആടും കോഴിയൊക്കെ കുഞ്ഞാട് എന്നൊക്കെ പറയത്തില്ല നമ്മൾ. ആടും കോഴിക്കും, ആടിനെയും കോഴിയും നമ്മൾ വളർത്തുന്നത് ആടിനും കോഴിക്കും വേണ്ടിയല്ല, നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് തിന്നാനാണ്.